അപ്പൊ ഈ ന്യൂ ഇയറിന് ഒരുപാട് പേര് പല റെസൊല്യൂഷനും വെച്ചിട്ടുണ്ടാവില്ലേ? അതിൽ മിക്കവരും റെസൊല്യൂഷനും ആയിരിക്കും വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം. ഞാനിത് അവിടെ ഒരു 40 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറക്കാം ട്ടോ. മോർണിംഗിൽ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 9:30 ആയപ്പോൾ എന്റെ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് ട്ടോ. ചിയ സീഡ് ഡ്രിങ്ക് ആണ് ഞാൻ എടുക്കുന്നത്. അത് ദാ കയ്യിലെടുത്തതും കയ്യിൽ നിന്ന് മൊത്തം തെന്നി താഴെ സ്ലാബിൽ മൊത്തമായി, മുക്കാ ഭാഗവും സ്ലാബിലായി. തുടങ്ങിയപ്പോ തന്നെ നെഗറ്റീവ് ആണല്ലോ പടച്ചോനെ എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും ഈ നെഗറ്റീവ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പോസിറ്റീവ് ആക്കി മാറ്റാലോ അല്ലെ. വെച്ച കാലം മുന്നോട്ട് തന്നെ. മുക്കാ ഭാഗം മറിഞ്ഞു പോയെങ്കിൽ ഒരു കാ ഭാഗത്തോളം നമ്മൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. ഇനി ചെറുനാരങ്ങ നീരാണ് അതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ചെറുനാരങ്ങ ആയ കാരണം അതിന്റെ കാ ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾ നോർമൽ ചെറുനാരങ്ങ ആണെങ്കിൽ പകുതി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതാ ചിയാ സീഡ് ഡ്രിങ്കിലോട്ട് ഇത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു. ചിയ സീഡിന് ഒരുപാട് ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്. വിറ്റാമിൻസ്, മിനറൽസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫൈബർ, പ്രോട്ടീൻ, ആന്റി ഓക്സിഡന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ്, ബ്ലഡ് പ്രഷർ, ഹെർട്ട് ഡിസീസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇതും അധികം കഴിക്കാൻ പാടില്ല. പെർ ഡേ 50 ഗ്രാംസ് വരെ കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. പലരും തെറ്റിദ്ധരിക്കണാണ് ചിയ സീഡും കസ്കസും ഒന്നാണെന്ന്. രണ്ടും രണ്ടാണ് കേട്ടോ. ചിയ സീഡ് ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം ഞാനിത് 1/2 ലിറ്ററോളം വെള്ളം ഇവിടെ കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ട്രേ എഗ്ഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രിഡ്ജിൽ വെക്കും വേണം. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അത് യൂസ് ചെയ്യാൻ വേണം. അപ്പൊ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോകുന്നത് ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല. 2 ബോയിൽഡ് എഗ്ഗും ഒരു ആപ്പിളും. ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ ബോയിൽഡ് എഗ്ഗും ആപ്പിളും. അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗും നേന്ത്രവാഴയ്ക്കും, നേന്ത്രപ്പഴം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതായത് വലിയ പഴം ഉണ്ടല്ലോ അത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിച്ചവര് ഉണ്ടോ എന്നുള്ളതൊന്ന് പറയണം. അതുപോലെ തന്നെ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രസമുള്ള കോമ്പിനേഷൻ ആണ്. അപ്പൊ എഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഒരു ആപ്പിൾ എടുത്തു. അത് കട്ട് ചെയ്തിട്ട് ഞാൻ ക്യൂബ് ആക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ എഗ്ഗും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഫി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോഫിയാണ്. ഷുഗർ ഒന്നും ഇടാതെ വെറും ബ്ലാക്ക് കോഫി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ എഗ്ഗ് ഇവിടെ തൊലിയൊക്കെ പൊളിച്ചു. ഇനി ഞാനിതവിടെ ക്യൂബാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂബാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് കഴിക്കാം കേട്ടോ. ഇതാണ് ഇപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആപ്പിൾ, എഗ്, കോഫി. അപ്പൊ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ടി വി കണ്ടോണ്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻജോയ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയം ഞാൻ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. ചോറ് ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒക്കെ ഉള്ള ചോറ് ഞാൻ ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗമായിട്ട്. അപ്പൊ മക്കൾ പോയതിനു ശേഷം അവരുടെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി. അതിനുശേഷം ഞാൻ വീടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലായിട്ട് കയറിയത് കേട്ടോ. ക്ലീനിങ്ങിന് ശേഷം ഞാൻ ഇതവിടെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. കിച്ചണിൽ ഓൾമോസ്റ്റ് ഓരോ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കുള്ള ഹസ്ബൻഡും മക്കൾക്കുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ എനിക്കുള്ള വെജിറ്റബിൾ റൈസും ഞാൻ റെഡിയാക്കുന്നുണ്ട്. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഡെയിലി ഏതെങ്കിലും ഒരു നേരം ഞാൻ കാപ്സ് എടുക്കും കേട്ടോ. കാപ്സ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ആവില്ല. അതുപോലെ തന്നെ നമുക്കത് എനർജി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം നമ്മൾ കാപ്സ് എടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഞാൻ കാപ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത്. ബസ്മതി റൈസിൽ കലോറി ഭയങ്കര ലോ ആണ് കേട്ടോ. 100 ഗ്രാംസിനൊക്കെ 150 കലോറിയേ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഞാനിതാ ഇവിടെ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് പാനിലോട്ട്. അതിനുശേഷം ഗാർലിക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ഗ്രീൻ പീസും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇതല്ല ഞാൻ ആഡ് ചെയ്യുന്നത്, ഫ്രോസൺ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്ത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഫുഡ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉച്ചക്ക് ഹസ്ബൻഡിനും കുട്ടികൾക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്.
മോര് കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ മെഴുക്ക് പുരട്ടി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ദാ എൻ്റെ വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നത്തോലി വെത്തള് ചൂടാന്നൊക്കെ പറയും. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കായം തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ പണികളൊക്കെ കഴിഞ്ഞു. ഒരു ഓറഞ്ച് ജ്യൂസും കയ്യിലെടുത്ത് ഞാനിതാ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 11:45, 12 മണി ഗ്യാപ്പിലാണ് ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ജ്യൂസ് കുടിച്ചത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം സ്കൂളിൽ നിന്ന്. അപ്പൊ 12:30 ആകുമ്പോഴത്തേന് സ്കൂളിൽ എത്തണം. 12:45 സ്കൂളിൽ തീരും. അപ്പൊ സാധാരണ മോർണിംഗിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യലും ആഫ്റ്റർനൂൺ ആകുമ്പോൾ 12:30 ആകുമ്പോൾ ഇക്ക പിക്ക് ചെയ്യലുമാണ് സാധാരണ. അപ്പൊ ഇന്ന് ഹസ്ബൻഡിന് മീറ്റിംഗ് ആണ്. അപ്പൊ മീറ്റിംഗുള്ള ദിവസങ്ങളിലൊക്കെ ഞാനാണ് പിക്ക് ചെയ്യാറ് കേട്ടോ മക്കളെ. അപ്പൊ ഇതാ ഒരു 12:45 ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞു. മക്കളെ പിക്ക് ചെയ്തു ഞാനിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓർത്തത് ഉള്ളിയില്ല, സവാള ഇല്ല വീട്ടിൽ എന്നുള്ളത്. അപ്പൊ സവാളയും വാങ്ങിക്കണം, അതേപോലെ തന്നെ ബ്രെഡും വാങ്ങിക്കണം. അപ്പൊ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി. അങ്ങനെ സൂപ്പർ മാർക്കറ്റിനൊക്കെ വന്നു. മക്കളെ എല്ലാം റെഡിയാക്കി. ഹസ്ബൻഡ് അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള ഫുഡൊക്കെ ടേബിളിൽ വെച്ച് കൊടുത്തു. ഇനി ഞാൻ എന്റെ പണി നോക്കുകയാണ്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അറിയാലോ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കായിരിക്കും. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാനിതാ ഇവിടെ ഒരു 150 ഗ്രാം റൈസ് ആണ് കേട്ടോ എടുക്കുന്നത്. 150 ഗ്രാമിന് ഒരു 200 അടുത്തൊക്കെയാണ് കലോറി വരിക. 194 അങ്ങനെ എന്തോ ആണ് കലോറി വരിക. ഓക്കെ, നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറുണ്ടല്ലോ, മട്ടരി, ജയരി അങ്ങനത്തേനേക്കാളൊക്കെ കലോറി കുറവാണ് ഇങ്ങനെ ബസ്മതി റൈസ്, വൈറ്റ് റൈസ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിതാ ഇവിടെ ഉപ്പേരി എടുത്തിട്ടുണ്ട്. മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഉള്ള ഉപ്പേരി, ആ സെയിം ഉപ്പേരി തന്നെ, അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കക്ക റോസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ലഞ്ച്. വെജിറ്റബിൾ റൈസ്, ഉപ്പേരി, അതായത് മെഴുക്ക് പുരട്ടി, പിന്നെ കക്ക റോസ്റ്റ്. ഇതാണ് എന്റെ ലഞ്ച്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അലക്കിയത് ഉണക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം അത് സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതല്ലല്ലോ. അപ്പൊ അതൊക്കെ വിട്ടുപോയി, മറന്നുപോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മണി ആയപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ കയറി. അപ്പോൾ 6 മണി ആകുമ്പോഴത്തേനും നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചു. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ കൂടെ ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. നോർമൽ ഉള്ളി ചമ്മന്തി. ഇതുപോലെ മുളകൊന്ന് കുത്തിയിട്ട് അതിനുശേഷം ഉള്ളി ഇട്ടു. സവാളയാണ് ഇട്ടത്, ചെറിയ ഉള്ളി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി അത് നന്നായി ചതച്ച് നല്ലൊരു ചമ്മന്തി ആക്കിയെടുത്തു. ഒരു ഇത്തിരി പോരം പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തു കേട്ടോ. അപ്പൊ തട്ടുകൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ തന്നെ ഒരു ഗ്രീൻ ടീ കൂടെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ ഡിന്നർ സ്വീറ്റ് പൊട്ടാറ്റോ, ഗ്രീൻ ടീ, പിന്നെ തൊട്ട് കൂട്ടാൻ വേണ്ടി ഒരു ചമ്മന്തി. ഇതാണ് എന്റെ ഡിന്നർ കേട്ടോ. അപ്പൊ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അത് യൂസ് ചെയ്യാൻ പറ്റും. അത് ലോ ഫാറ്റ് ആണ്, അതേപോലെ തന്നെ കലോറിയും ഭയങ്കര കുറവാണ്, അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, അതേപോലെ തന്നെ അത് വിശപ്പിനെ കൺട്രോൾ ചെയ്യും കേട്ടോ. അപ്പൊ ഞാനിതാ സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് അതൊന്ന് ഈ തട്ടുകുട്ടി ചമ്മന്തിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് അതെന്റെ വായക്ക് വെച്ച മോനെ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. ഇതേപോലെ ടേസ്റ്റില് നമുക്ക് നമ്മള് ഡയറ്റ് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പൊ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ആയിട്ട് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.